സ്വന്തമായൊരു ദേശമുണ്ട്, സ്വന്തമായൊരു ഗേഹമുണ്ട്, സ്വന്തമായൊരു ദേശമുണ്ട്, സ്വന്തമായൊരു ഗേഹമുണ്ട്. കൈപ്പണിയല്ലാത്ത ഭവനം, നിത്യമായൊരു വാസസ്ഥലം. കൈപ്പണിയല്ലാത്ത ഭവനം, നിത്യമായൊരു വാസസ്ഥലം. മാറിടും ചാരിടും ഞാൻ ദിനവും പാരിടമാകവേ. അതെ, കണ്ടവരൊന്നും പുറത്തേക്ക് ഇറങ്ങുന്നാല് വരുന്നവർക്ക് കാണാനുള്ള സൗകര്യമായിരിക്കും. ചാരിടം തന്നിരൂ പാരിടമാകവേ. മാറിടും നേരവും ചാരിടം തന്നിരൂ മാറിടമാ. ഭേദമെന്നാകിലും മോദമെന്നാകിലും ഭേദമില്ലാത്തൊരു സ്നേഹിതനാണവൻ. ഭേദമെന്നാകിലും മോദമെന്നാകിലും ഭേദമില്ലാത്തൊരു സ്നേഹിതനാണവൻ. മേദിനിയിൽ വേദനകൾ ഏതിനമോക്കെ എന്നറിഞ്ഞോ. മേദിനിയിൽ വേദനകൾ ഏതിനമോക്കെ എന്നറിഞ്ഞോ. മാറാത്ത സ്നേഹിതൻ മാനുവൽ തൻ തിരു മാറിടം ചാരിടും ഞാൻ ദിനവും. നിത്യതയോളവും സത്യകൂട്ടാളിയാൽ ക്രിസ്തനല്ലാതെ ആരുമീ ഭൂമിയിൽ. നിത്യതയോളവും സത്യകൂട്ടാളിയാൽ ക്രിസ്തനല്ലാതെ ആരുമീ ഭൂമിയിൽ. മൃത്യുവിനാൽ മാറുമെത്ര മിത്രമായാലും മറ്റരെല്ലാം. മൃത്യുവിനാൽ മാറുമെത്ര മിത്രമായാലും മറ്റരെല്ലാം. മാറാത്ത സ്നേഹിതൻ മാനുവൽ തൻ തിരു ചാരിടം ചാരിടും ഞാൻ ദിനവും. പാരങ്ങളേറുമീ നാരിൽ നാടോറുമൻ പാരം ചുമന്നിടും കർത്തനാണ് യേശു താൻ. ഭാരങ്ങളേറുമീ പാരിൽ നാടോറുമൻ പാരം ചുമന്നിടും കർത്തനാണ് യേശു താൻ. ആത്മപ്രിയൻ നല്ലിടയൻ നാരദയനെ പിന്തുടരും. ആത്മപ്രിയൻ നല്ലിടയൻ നാരദയനെ പിന്തുടരും. മാറാത്ത സ്നേഹിതൻ മാനുവൽ തൻ തിരു മാറിടം ചാരിടും ഞാൻ ദിനവും. ആകെയിലാകിലും ലോകമിതേകിലും ആകുലവേളകൾ ഭീകരമാകുമോ. ആകെയിലാകിലും ലോകമിതേകിലും ആകുലവേളകൾ ഭീകരമാകുമോ. ഹല്ലേലൂയ
ഹല്ലേലൂയ ഹല്ലേലൂയ പാടുമെൻ ജീവ കാലമെല്ലാം മാറാത്ത സ്നേഹിതൻ മാനുവേ തന്തിരോ മാറിടം ചാരിടം ഞാൻ ദിനവും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആദ്യം ഓർപ്പിക്കുന്നു, കണ്ടവര് ഒന്ന് ഒതുങ്ങിയിരിക്കുക. ഇവിടെ ഉള്ള ഡോക്ടറുള്ളവർക്ക് ഒന്ന് വന്ന് കണ്ടിട്ട് പോകാനുള്ള സൗകര്യം നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു കോട്ടയത്ത് നടന്ന OV പൗലോസ് സാരൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതിനുശേഷം ചിറ്റൂര് സുശേഷത്തിൽ അയക്കുന്ന ജോർജ് ഗിറ്റ്സ് അവര് 5 മിനിറ്റ് അത്ര സംസാരിക്കും. അതിനുശേഷം പ്രാർത്ഥിച്ചിട്ട് ഡെഡ് ബോഡി വാളകത്തേക്ക് ഹോളിലേക്ക് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയോടിരിക്കുക. OV പൗലോസ് സാരൻ. ദൈവസമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കുവാൻ നിൽക്കണം. നിരവധിമാവ് ഞങ്ങൾക്ക് സമാധാനത്തിനായ സ്തോത്രം. ഈ ഭവനത്തിൽ കർത്താവെ ദുഃഖ സമയത്ത് കർത്താവെ ഞങ്ങൾക്ക് ദൈവദാസിനെ ഓർക്കുവാനുള്ള അറ്റം ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ലല്ലോ. കഴിഞ്ഞ അനേക വർഷങ്ങൾ തമിഴ്നാടിൻ്റെ പ്രദേശങ്ങളിൽ, കേരളത്തിലെ പ്രദേശങ്ങളിൽ, ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ, ഈ ലോകത്തിലും പല സ്ഥലങ്ങളിലും കർത്താവിൻ്റെ വചനം പോഷിപ്പാൻ ദൈവത്തിൻ്റെ ദാസനെ നീ അനുഗ്രഹീതമായി ബലമായി ഉപയോഗിച്ചു. ദൈവമേ, ഇന്നത്തെ അവിടുത്തെ സന്നിധിയിൽ ശ്രമിക്കുന്നു. കർത്താവെ, ലിസി മക്കളും പ്രാർത്ഥിക്കുന്നവരെ സഹായിക്കണം. ഇവിടുത്തെ സഭയെ ദൈവമക്കളെ വന്നിരിക്കുന്ന സ്വന്തം എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, ലോകത്തിൽ അതെ ഞങ്ങൾക്ക് ഈ ലോകത്തിൻ്റെ മഹത്വമല്ല, ദൈവത്തിനായി ജീവിക്കുന്നുള്ള ഭാഗ്യമാണല്ലോ ഞങ്ങൾക്ക് നീ വലിയതായി തന്നിരിക്കുന്നത്. ലോകത്തിലെ മനുഷ്യരൊക്കെയും മൺമറിഞ്ഞു പോകും. അവരെല്ലാം നിത്യമായ കർത്താവെ ലജ്ജയിലേക്ക് പോകുമ്പോൾ കർത്താവെ നിന്റെ ദാസൻ നിനക്കായി ജീവിച്ചു അതേ മഹത്വത്തിനായ തേജസ്സിനായി ഒരുക്കപ്പെട്ടവനായിട്ട് ഞങ്ങൾ ഓർക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ കാണുന്നു ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാൽ തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം നിങ്ങൾ കാണുന്നു. എങ്കിൽ നിന്റെ ദാസന് ലോകപ്രകാരമല്ല, സ്വർഗീയമായതിനെയും ആത്മീയമായതിനെ നേടുവാൻ തക്കോണം നീ അവിടുന്ന് സഹായിച്ചതിനായ സ്തോത്രം. കർത്താവെ, ഈ ഇവിടെ സാക്ഷികളായി നിൽക്കുന്ന എല്ലാവരും, യൗവനക്കാരും സഹോദരന്മാരും പ്രായമുള്ളവരും കുഞ്ഞുങ്ങളെല്ലാവരും കർത്താവെ ഈ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ തക്കോണം സഹായിക്കണമേ. എൻ്റെ ദാസനെ കഴിഞ്ഞ നാളുകൾ ഉപയോഗിച്ച വിധം ഞങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, സൂക്ഷിപ്പാൻ ലസിക്കും കുടുംബത്തിലെല്ലാം ഭാഗ്യം കൊടുത്ത് കൃപ കൊടുത്ത് സഹായിച്ചു. ദൈവമക്കളും വളരെ കരുതി കർത്താവെ ചെയ്ത് എല്ലാത്തിനും നന്ദി പറയുന്നു. ഞങ്ങളുടെ കർത്താവ് പ്രതിഫലമായിട്ട് വരുന്നു, അതോർത്ത് സ്തോത്രം. കർത്താവ്, ഞങ്ങളിപ്പോൾ ആ സഭകളിൽ കടന്നു പോകുന്നു. കർത്താവ് സഹായിക്കണം, തുടർന്നുള്ള ശുശ്രൂഷകളും അനുഗ്രഹമാക്കി തീർക്കണം. മഹത്വമെല്ലാം യജമാന്റെ ഭാഗത്തിന് അർപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണം. എന്ന് പറഞ്ഞ സ്ഥലത്ത് അന്വേഷണം ദൈവദാസം വന്ന് ഞാനും അന്വേഷിക്കാൻ ശുശ്രൂഷ അന്ന് മുതലാണ് ഞങ്ങൾ തന്നെയുണ്ടായ പ്രവർത്തിക്കുവാൻ വേണ്ടിയത്. അതിനുശേഷമാണ് ദേശീയമായിട്ട് അനുഗ്രഹിക്കുവാൻ കഴിഞ്ഞത്. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് അനേക പ്രാവശ്യം വന്ന് തുടരെ പരസ്യമാണ് നടത്തിയ ഒരിക്കൽ പട്ടഞ്ചേരി എന്ന സ്ഥലത്ത് ഞങ്ങൾ പരസ്യം കൃഷ്ണകുട്ടി സഹോദരൻ തമിഴിന് ഞാൻ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഞാൻ മുമ്പാകെ 2 പാത്രം കണ്ട് കൊണ്ടുവന്ന് ചുറ്റിക്കൊണ്ടുപോയി പറഞ്ഞു വഹിച്ചു. ഞങ്ങളെ ആലോചിച്ചു ഒരു സമയം കഴിഞ്ഞപ്പോൾ പ്രസംഗം കഴിഞ്ഞപ്പോൾ സോഡ മാറ്റിട്ടുണ്ട്.
ഹൈന്ദവർ മാത്രത്തേക്ക് പറക്കുന്ന ആ പ്രദേശത്ത് അഥവാ നെല്ലിയാമ്പതി അത് അട്ടപ്പാടിയുള്ള പ്രദേശങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ്. മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുമിച്ച് കർത്താവിന് സാക്ഷിയായി തീരുമാൻ ഇടയായ നിമിത്തമുണ്ട്. എന്നാൽ വേർപാടിന്റെ ദുഃഖം ഏറ്റവും വലിയ ദുഃഖമാണ്. നമ്മുടെ കർത്താവ് ദാസന്റെ കല്ലറയ്ക്കൽ നേർവാത്തു എന്നാണ് വേർപാടിന്റെ ദുഃഖം നമ്മുടെ ഹൃദയത്തിൽ അതേ ആ ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ്. അത് നമുക്ക് ആശ്വാസം തരുന്നത് ദൈവത്തിന്റെ വചനമാണ്. രണ്ടൊന്ന് വാക്ക് ഓർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ്. നാം യോബിന്റെ പുസ്തകം 19-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു: എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി കാണുന്നു. എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഇതിന്റെ ചില വർഷങ്ങൾ കർത്താവിന് വിലയേറദാസന്റെ ത്വക്ക് നശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ദേഹം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്തും എനിക്കൊരു പ്രത്യേക മീറ്റിംഗ് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഒന്ന് കണ്ട് എൻ്റെ മകനും കൂടെ ഉണ്ടായിരുന്നു. ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ചുംബനം നൽകിയതായിട്ട് എനിക്കൊരു. എന്നാൽ ഈ ഒരു മനുഷ്യന്റെ ത്വക്ക് എത്രമാത്രം, ദേഹം എത്രമാത്രം അത് കരുതിയാലും അതൊരിക്കൽ നശിക്കുന്നതാണെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി ഓർപ്പിക്കുകയാണ്. എന്നാൽ ഒരു പ്രത്യേകതയുള്ളത്, ഈ ത്വക്ക് നശിച്ച ശേഷം പിന്നീട് എന്ത് സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഓർപ്പിക്കുന്നു. രണ്ടു കാര്യം ഓർപ്പിക്കുന്നു. ഒന്ന്, ഒരിക്കൽ മരണം, പിന്നെ ന്യായവിധി. എന്നാൽ ന്യായവിധി ഉൾപ്പെടാതെ യേശു ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ച് ദൈവത്തിന്റെ വിലയേറിയ വചനത്തെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തെ ഉയർത്തുവാൻ എന്റെ ദാസനെ കരമെടുത്ത് ഉപയോഗിച്ചു. ഞാൻ തന്റെ ആ സ്മരണീയ പ്രകാശം ചെയ്ത സമയത്ത് ഞാനിങ്ങനെ ഓർപ്പിച്ചു, സൈമൺ സാറിന് ശേഷം ഇത്രയധികം മതങ്ങളെ കുറിച്ച് പഠിക്കുകയും ഇതുപോലെ പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയെ കാണാൻ കഴിയുകയില്ല ഇതിനെ ഓർപ്പിക്കുകയുണ്ടായി. എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. എന്നാൽ ഈ ശരീരം ഇന്ന് മണ്ണിൽ അടക്കപ്പെടാൻ പോവുകയാണ്. മറ്റൊരു പ്രത്യാശയുള്ളത്, എന്റെ കണ്ണുകൊണ്ട് ഞാൻ ദൈവത്തെ കാണും. ദേഹസഹിതനായി ഞാൻ എന്റെ ശരീരം, എനിക്കൊരു പുതിയ ശരീരം ധരിച്ച് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ വെച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ കാണും. എന്നിട്ടല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണുമെന്ന് ദാസനെ നീ കണ്ട് കർത്താവിനെ മുഖത്തെപ്പെടുത്താൻ പോവുകയാണ്. ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങളെ ആശ്വസിപ്പിക്കാൻ മതിയായ വാക്ക് എന്റെ കയ്യിലില്ല. എന്നാ ബൈബിളിൽ വാക്കുണ്ട്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിങ്കലും ആകട്ടെ. നിങ്ങൾക്ക് ദൈവം ആശ്വാസം തരട്ടെ. എന്റെ പ്രിയ സഹോദരനെ ഇതാ മണ്ണിലേക്ക് കടക്കാൻ പറ്റുകയാണ്. എന്റെയും ഞങ്ങൾ കുടിൽ സഭയുടെയും അനുസ്മരണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. ദൈവനാമം പവിത്രമാകട്ടെ. നമുക്ക് പെട്ടെന്ന് കോട്ടയത്തേക്ക് ഉണ്ടായിട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ സമയം ഇത്രയും ഉപയോഗിച്ചത്. ഉടനെ പോവുകയാണ്. ശോഭയുള്ളൊരു നാടുണ്ടത് കാണമേ ദൂരവിശ്വാസത്താൽ സാധൻ വാസൻ നമുക്കൊരുക്കി നിൽക്കുന്നുണ്ട്
നിത്യം സൗഭാഗ്യവാൻ മക്കൾക്കു വേഗമാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗമാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കണ്ടവർ ദയവായി കുറച്ച് കാലത്തോടെ ഇറങ്ങി നിൽക്കണം. അതിന് മുന്നോട്ടിരിക്കുന്നു. ഇപ്പോൾ അല്പസമയം ജോർജ് ബിറ്റ്സ് അവർ ദൈവമായിട്ട് കൊണ്ടുവരുന്നതായിട്ട്. ഈ നിർണായകമായ നിമിഷം ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് പ്രസാദകരം എന്ന് നാം ദൈവവചനത്തിൽ വായിക്കാം. ദൈവം ഇന്ത്യ ഭൂമിക്ക് മലയാളക്കരയ്ക്ക് വരദാനമായി എഴുന്നേൽപ്പിച്ച അപ്രതിമനായ താർക്കികൻ സുവിശേഷ നഭോമണ്ഡലത്തിൽ എതിരാളികളുടെ വാൾമുനയുടെ ആക്രോശം അമ്പെ തകർത്തൊടിച്ച് ചുരുട്ടി വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിപ്പറപ്പിച്ച നിസ്തുല വ്യക്തിത്വം, അയജ്ഞ ലളിതമായ നിർവ്യാജ സ്നേഹം കൊണ്ട് സാധുജനത്തിൻ്റെ പ്രീതി സമ്പാദിച്ച ഇത്ര നിഷ്കളങ്കനായ ഒരു ദൈവപുരുഷൻ ചരിത്രമധ്യേ വേറെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പറയട്ടെ, ആർക്കേക്ക് പകരം ആർക്കെ മാത്രം. കഴിഞ്ഞ രാത്രി അമേരിക്കയിൽ നിന്ന് ന്യൂയോർക്കിലുള്ള സഹോദരങ്ങൾ പലർ വിളിച്ചു. പ്രത്യേകിച്ച് ഇരവിപേരൂരിൽ നിന്നുള്ള മോഹൻജി, അദ്ദേഹം കാനഡയിലെയും അമേരിക്കൻ ഐക്യനാടുകളിലെ പ്രത്യേകിച്ച് ന്യൂയോർക്ക് ഭാഗത്ത് സഭാ വ്യത്യാസമന്യേ ബ്രദറൻകാരുടെയും മറ്റനേക സഭാ വിഭാഗങ്ങളുടെയും പ്രത്യേകമായ ആഴമായ ദുഃഖവും അപ്പോൾ തന്നെ പ്രത്യാശയും എൽസി ആൻ്റിയോടും ക്രിസ്മോനോടും മോളോടും പ്രിയപ്പെട്ടവരോടും അറിയിക്കണം എന്ന് വിശേഷാൽ പ്രസ്താവിക്കുകയുണ്ടായി, പറയുകയുണ്ടായി. അത് ഈ ഭവനത്തോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ ഞാൻ അറിയിക്കുവാനും സന്തോഷിക്കുകയാണ്. സദേൺ ഗോസ്പൽ ടീമിനോടുള്ള ബന്ധത്തിൽ തന്നെ അയ്യൻകൊല്ലി മുതൽക്ക് അനേക സ്ഥലങ്ങളിൽ പോൾ ചന്ദ്രൻ ആദിയായവരൊക്കെ പ്രവർത്തിക്കുന്ന മേഖലയിൽ പ്രാരംഭകാലത്ത് കൈപിടിച്ച് വേദിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുള്ളത് ഓർക്കുന്നു. ആ ഓർമ്മയുടെ മുമ്പിൽ എൻ്റെ ഒരു ചെറിയ പുസ്തകത്തിൽ ഒരു ആദരവ് ഞാൻ എഴുതിയിട്ടുണ്ട്. ധീരോദാത്തനായ, അപ്രതിമനായ, തുല്യം പറയാനില്ലാത്ത, കർത്താവിൻ്റെ വയലേലിയിലെ മരിച്ചു കഴിഞ്ഞാണ് മഹാവീര ചക്രം, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൻ്റെ അംഗീകാരം നേടിയ ജ്യേഷ്ഠ സഹോദരൻ, ഞങ്ങൾക്ക് ഈ സുവിശേഷത്തിൻ്റെ ആ അഗ്നി നാമ്പൊളികൾ മനസ്സിൽ പേർന്നുകൊണ്ട് നമോഭാഗവും സല്യൂട്ടുമല്ലാതെ ഒന്നും ചെയ്യാനില്ല. ഈ ശരീരം തേജസ്സിൻ്റെ ഒട്ടേറെ കിരീടങ്ങൾ ശിരോമുഖരത്തിൽ ഏറ്റുവാങ്ങി രാജുല്യമാനമായി ശോഭിക്കും. അതിന് യാതൊരു സംശയവുമില്ല. ഇദ്ദേഹത്തിൽ നിന്ന് ഒരു വാക്കെങ്കിലും കടമെടുത്ത് ബിബ്ലിക്കൽ ഗോസ്പൽ ജനറൽ പബ്ലിക്കിന് ഇത്ര അവിഛിന്നമായി അറിയിച്ച മറ്റൊരാളില്ല. ഒരു വാക്കെങ്കിലും കടമെടുത്തിട്ടില്ലാത്ത പ്രഭാഷ വരിയില്ല. അതെല്ലാം അവിടെ നിൽക്കട്ടെ. ദൈവവചനം പറയുന്നു, കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ, അതുപോലെ തന്നെ എൻ്റെ നിര്യാണകാലം, ഇവിടെയെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഒരു കപ്പൽ ഒരു തീരത്ത് വന്ന് ചരക്കൊക്കെ ഇറക്കി കഴിഞ്ഞ് വീണ്ടും നങ്കൂരമൊക്കെ ഉയർത്തി അടുത്ത തീരത്തേക്ക് പോകുക എന്നുള്ള ഒരാശയമാണ്. അങ്ങനെയെങ്കിൽ മഹാനായ പാലമറ്റം ലിജോ പറഞ്ഞതുപോലെ ആ രണ്ട് സ്മരണികയിലൊന്നും ഒതുങ്ങുന്നതായിരുന്നില്ല ആർക്കയുടെ വിസ്തൃതമായ ജീവിതചര്യയും സുവിശേഷ രമാങ്കണത്തിലെ വളർന്നു പന്തലിച്ച ആ വടവൃക്ഷത്തിന്റെ ശീതളച്ഛായ. അതുകൊണ്ട് ഇനി ഒരു സ്മരണിയുടെ ലിജോ ഇറക്കിയാലും തീരാത്ത ഈ മഹാമനുഷ്യനെ ഹൈന്ദവ ഇസ്ലാമിക ലോകം പോലും നമോവാകമോദിയ ഈ ധീരനെ പോലെ
മറ്റൊരാളില്ല. തീരം ഇവിടെ നങ്കൂരം മാറ്റിയതേ ഉള്ളൂ കേട്ടോ. അപ്പുറത്തേക്ക് ആ ശോഭയേറിയ തുറമുഖത്തേക്കാണ് പോയത്. അവിടെ രക്തസാക്ഷികളുണ്ട്, അപ്പോസ്തോലിക പിതാക്കന്മാരുണ്ട്, ഗ്രഹാം സ്റ്റീൻസും കുഞ്ഞുങ്ങളുമുണ്ട്. അങ്ങനെയുള്ള ആ നിലയിൽ ഒട്ടനവധി ആത്മാക്കളെ നേടുന്ന കാര്യത്തിൽ കവലയിലൊക്കെ അത് ഇപ്പോൾ ജോർജ് പീറ്റർ അങ്കിൾ പ്രസ്താവിച്ചു. ഒരിക്കൽ കേരളത്തിന്റെ സാഹിത്യ നഭോമണ്ഡലത്തിലെ പ്രൊഫസർ അദ്ദേഹം പറഞ്ഞ വാക്ക്, പാതിരി ഭാഷ മലയാള ഭാഷയെ വല്ലായ്മയിലേക്ക് കൊണ്ടുവന്നു. നല്ല മഹാമനുഷ്യൻ കോഴിക്കോട് പറഞ്ഞു, തിരുവട്ടാർ ആർ കൃഷ്ണൻകുട്ടി. അദ്ദേഹമാണ് വാസ്തവത്തിൽ സുവിശേഷത്തിന്റെ ആ വിഭാവന ഭാഷാപരമായി അത്യുന്നതിയിലേക്ക് ആനയിച്ചത്. ഇതെല്ലാം മാനുഷിക വർണ്ണനകൾ മാത്രം. ഞങ്ങൾ ഒരുമനപ്പെട്ട ഇവിടെ ഒട്ടനവധി സുവിശേഷകരുണ്ട്. കേരളം അങ്ങ് കന്യാകുമാരി മുതൽ വാഹനം കൊണ്ട് വാളകം ബ്രദർ അസംബ്ലിയുടെ അങ്കണത്തിലേക്ക് ഒഴുകുകയാണ്. അങ്കിൽ ഇതൊന്നും ഇപ്പോൾ അങ്ങ് കാണുന്നില്ല. പക്ഷേ മറുവശത്ത് ഇതിന്റെ അങ്ങേപ്പുറം അവിടെ വെച്ച് കാണാം. വീണ്ടും നമോഭാഗം എടയാറമുളയിൽ ഒരു മഹാവീര ചക്രം നേടിയ ഒരു മനുഷ്യനുണ്ട്. പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ കാലിൽ വെടിയുണ്ടയേറ്റു. എഴഞ്ഞെഴഞ്ഞ് ഒന്നിനെ പോലെ ഇഴിയുമ്പോൾ മറ്റൊരു ഇന്ത്യൻ സോൾജിയറെ കണ്ടു മുറിവേറ്റത്. ആ മനുഷ്യനെ പുറത്തോട്ട് തോളിൽ കയറ്റി രണ്ടുപേരും ഇഴഞ്ഞെഴിഞ്ഞ് നീങ്ങുമ്പോൾ അടുത്തവനെ കണ്ടു. ആ മനുഷ്യനെ കൂടെ രണ്ടുപേരും കൂടെ വലിച്ചു കൊണ്ടുപോയി. അപ്പോഴേക്കും ഇന്ത്യൻ മിലിറ്ററിയിലെ ആ റെസ്ക്യൂ ടീം എത്തി. അദ്ദേഹത്തെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് ഏറ്റവും പരമ വിശിഷ്ട മെഡലായ ആ മഹാവീര ചക്രം സമ്മാനിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ പറഞ്ഞു, അന്ന് ഡൽഹിയിൽ പ്രൈം മിനിസ്റ്റർ പേര് വിളിച്ചു നിൽക്കുമ്പോൾ, ബൂട്ടിട്ട് ചെന്ന് ചവിട്ടി നിന്ന് സല്യൂട്ട് അടിച്ചു നിൽക്കുമ്പോൾ ആ വീരചക്രം നെഞ്ചകത്ത് ഏറ്റുവാങ്ങി പിന്നാമ്പുറത്തേക്ക് ഒരു സ്റ്റെപ്പ് മാറി വീണ്ടും സല്യൂട്ട് അടിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിന്റെ സകല ദുഃഖവും മാറി. അതിവിശിഷ്ടമായ മോമെന്റ് അതാണ്. ആർ കെ അങ്കിൾ, അമേരിക്കയിലെയും കാനഡയിലെയും ആർ കെ സാർ, we salute you once again. We will see there over the other shore in most excellent glory, shining forever and ever as a reflection of the glory which is shining on the face of Christ our Redeemer. Elsiandi Mole Mone കർത്താവിന്റെ ആശ്വാസം. Amen. Thank you. ഞാനൊരിക്കൽ എത്തുമെന്റെ നാട്ടിൽ, ഞാനൊരിക്കൽ എത്തുമുണ്ടും കണ്ണീരില്ല വീട്ടിൽ, എന്റെ കർത്താവിന്റെ വീട്ടിൽ. ഞാനൊരിക്കൽ എത്തുമുണ്ടും കണ്ണീരില്ല വീട്ടിൽ, എന്റെ കർത്താവിന്റെ വീട്ടിൽ. തീരുമെന്റെ യാത്രയുടെ ക്ലേശമെല്ലാം തീരും, തീരുമെന്റെ യാത്രയുടെ ക്ലേശമെല്ലാം തീരും. ചേരും ഞാൻ പ്രിയതമന്റെ വീട്ടിൽ ചെന്നു ചേരും, ചേരും ഞാൻ പ്രിയതമന്റെ വീട്ടിൽ ചെന്നു ചേരും. ദൂരമധികമില്ലിനി, നേരമധികമില്ലിനി, ദൂരമധികമില്ലിനി, നേരമധികമില്ലിനി. കുരിശെടുത്തു പോകുവൻ തീർത്ഥയാത്ര തീർന്നിടും, നാട്ടിൽ ചെന്നു ചേർന്നിടും. കുരിശെടുത്തു പോകുവൻ തീർത്ഥയാത്ര തീർന്നിടും, നാട്ടിൽ ചെന്നു ചേർന്നിടും. എന്നാണ് ഹരിയാനയിലെ കഴിഞ്ഞ 25 വർഷമായിട്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. കഴിഞ്ഞ 32 വർഷമായിട്ട് ദേശാനയിൽ കഴിയാൻ ഒരു മർദ്ദാമ സമുദായത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട എനിക്ക് എൻ്റെ ദാസനിൽ നിന്ന് സുവിശേഷം കേൾക്കുകൊണ്ട് കൊണ്ട് കർത്താവ് സഹായിച്ചു. അന്ന് ഞാൻ അന്നിരാ തന്നെ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. ഏകദേശം 1.5 വർഷത്തോളം എന്നെ കൂടെ കൊണ്ടു നടന്ന് ദൈവം ഞങ്ങൾക്ക് പഠിപ്പിച്ചു. വേണ്ട എല്ലാ കൃപകളും നൽകി സഹായങ്ങളും നൽകി എന്നെ കരുതിയത് ദേവദാസനാണ് കിടക്കുന്നത്. ഇന്നലെ യാത്ര ചെയ്ത് ഇവിടെ എത്തി. ഇതിനു വേണ്ടി മാത്രമാണ് എത്തിയത്. വളരെ പ്രാവശ്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ശാരീരിക ആശ്വാസവും പ്രയാസങ്ങളൊക്കെ ആയിരുന്നപ്പോൾ വളരെ വേദന തോന്നിയിട്ടുണ്ട്. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കർത്താവ് ഈ കഷ്ടപ്പാടിനൊരു വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു. സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥന കേട്ടതുകൊണ്ട്
ദൈവത്തെ സ്തുതിക്കുന്നു. മനസ്സിലെ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്ക് ദൈവമായ കർത്താവ് ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വേദിയിലായിരുന്ന സമയത്ത് വളരെ സമയം അടിയങ്ങൾക്ക് ഒരുമിച്ച് അരിപ്പാണ്ടക്കൂടെ കർത്താവ് സഹായിച്ചു. അതുപോലെ ധർമ്മനിധി മാസികയുടെ അതിൻ്റെ വിതരണത്തിൽ ഞാനും എൻ്റെ അനിയന് ഒരു സോളമനുണ്ട്. അവനിപ്പോൾ ഡൽഹിയിലാണ്. അവൻ്റെ അനുശോചനം പ്രത്യേകം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവന് വരാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് വരാനിത്. എന്നാൽ അവനെ പ്രയാസത്തിൽ കഴിഞ്ഞ സമയത്ത് ഇവിടെ വരികയും കാണുകയും വളരെ വേദനയിൽ അവന് പെട്ടെന്ന് കടന്നു പോവുകയാണ് ചെയ്തത്. കൂടുതൽ ഒന്നിച്ച് വളരെ കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ കർത്താവിൻ്റെ നാമമോഹത്തിന് വേണ്ടി ഉപയോഗിക്കാണ്ടൊക്കെ കർത്താവ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അതോടെ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. വാത്സല്യ പിതാവിന് എന്നെ ഭൗതിക ശരീരത്തിന് സമീപത്തുന്നതുകൊണ്ട് തന്നെക്കുറിച്ച് ഓർക്കുവാനുള്ളതായിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട്. ദീർഘവർഷത്തെ പരിചയവും സ്നേഹവും ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. താന് എപ്പോഴും കർത്താവായ യേശുക്രിസ്തു തൻ്റെ ഏക സത്യദൈവമെന്ന് വിളിച്ചറിയിക്കുവാൻ എത്ര ധൈര്യശാലിയായിരുന്നു എന്ന് അനേക സന്ദർഭങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് നടത്തിയതായിരിക്കുന്ന മീറ്റിങ്ങുകളുടെ മധ്യത്തിൽ തിരിച്ചറിയുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയ സഹോദരനായി നിത്യതയിൽ വിശ്രമിക്കുന്ന ടി വർഗീസ് സഹോദരനോട് ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് എറണാകുളം ഡിസ്ട്രിക്റ്റിലും ഇടുക്കി ഡിസ്ട്രിക്റ്റിലുമെല്ലാം ഒരു കാലത്ത് പട്ടണത്തിൽ മുഴുവൻ മൈക്ക് ലിങ്ക് ചെയ്തുകൊണ്ട് പരസ്യ യോഗങ്ങൾ നടത്തുമായിരുന്നു. ഇത്ര ലളിതമായി ജീവിക്കുന്ന ഒരു വ്യക്തിയെ സുവിശേഷകന്മാരിൽ എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളതായിരിക്കുന്ന സ്ഥലങ്ങളിൽ പോയി പ്രസംഗിച്ച് മടങ്ങുമ്പോൾ തൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന പണം ആർക്കെങ്കിലും കൊടുത്തിട്ട് മടങ്ങിപ്പോരുക. വലിയ പ്രസംഗങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒരു തട്ടുകടയിൽ പോയി ഒരു ഗ്ലാസ് ചായ വാങ്ങി കുടിച്ച് സന്തോഷത്തോടെ കൈ തന്ന് പിരിയുന്നതായിരിക്കുന്ന സന്ദർഭങ്ങൾ ഞാൻ ഓർക്കുമായിരുന്നു. ഒരു കാലഘട്ടത്തിൻ്റെ ദൈവവേലത്തിൻ്റെ ശക്തിയായിരിക്കുന്ന വ്യക്തിത്വമായി കേരളത്തിലും ഭാരതത്തിലും ലോകത്തിലും താന് ഒരു നെടുന്തൂണ് പോലെ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ശത്രുക്കളുടെ എതിരെ നിൽക്കുവാൻ ദൈവം തന്നെ ഉപയോഗിച്ചു എന്നുള്ളതായ
കാര്യം ഓർക്കുകയാണ്. ഈ ദിവസങ്ങളിൽ തൻ്റെ ദുഃഖം, തൻ്റെ ശരീരത്തിൻ്റെതായിരിക്കുന്ന ബലഹീനതയെ ഓർത്ത് പ്രാർത്ഥിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഇനിയും എൻ്റെ ദാസനെ ഈ ഭൂമിയിൽ കഷ്ടപ്പെടുവാനായി വിടരുതേ എന്ന് പ്രാർത്ഥിച്ചു. ദൈവം തക്ക സമയത്ത് തന്നെ വിളിച്ചു ചേർത്തു. നാം ഇന്ന് ഓർക്കേണ്ടതായ കാര്യം, ഈ ശരീരത്തിൽ നിൽക്കുമ്പോൾ തന്നെ പോലെ അത് താൻ വഴികാട്ടിയതായിരിക്കുന്ന പാതയിൽ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കണം, ശക്തന്മാരെ എഴുന്നേൽപ്പിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൽസി സഹോദരിയെ ഈ ദുഃഖത്തിൽ എൻ്റെ വേദനയെ ഞാൻ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരിയുമായി വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് പരിചയമുള്ള വ്യക്തിയാണ്. ഒരു കുടുംബം പോലെ ഞങ്ങൾ ജീവിച്ചിരുന്നു. ഞാനിവിടെ കടന്നു വന്ന് കാണുമ്പോഴെല്ലാം ആ കാര്യങ്ങൾ ഓർക്കാറുണ്ടായിരുന്നു. ഇത്രത്തോളം ലളിതമായ ജീവൻ നയിക്കുകയും ശക്തനായി ജീവിക്കുകയും യേശുക്രിസ്തു എന്ന ഏകസത്യ ദൈവത്തെ പ്രസംഗിക്കുവാൻ തക്കവണ്ണം വ്യഗ്രതയുണ്ടായിരുന്നതായിരിക്കുന്ന ഒരു വ്യക്തിയെ എനിക്ക് ജീവിതത്തിൽ കണ്ടുമുട്ടുവാൻ കഴിഞ്ഞിട്ടില്ല. വളരെ ചുരുക്കം ആളുകളെ മാത്രമേ കണ്ടുമുട്ടുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈ സന്ദർഭത്തിൽ താൻ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്നു. ദൈവം തനിക്ക് എല്ലാ പ്രതിഫലവും നൽകി അനുഗ്രഹിക്കും എന്നുള്ളതിലും യാതൊരു സംശയവുമില്ല. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വത്തിനായി താൻ ചെയ്ത പ്രവൃത്തികൾ ഇനിയും ഭൂമിയിൽ തുടരും എന്നുള്ളതിനും യാതൊരു സംശയവുമില്ല. ഈ സന്ദർഭത്തിൽ ദൈവം മാത്രമാണ് നമ്മെ ആശ്വസിപ്പിക്കുന്നത്. സകല ബുദ്ധിയെയും കവിയുന്നതായിരിക്കും ദൈവസമാധാനം നമ്മുടെ ഹൃദയത്തിൽ ദൈവം നൽകട്ടെ. തൻ്റെ ഭൗതിക ശരീരത്തിൽ മറവിയ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സ്വർഗീയ പിതാവേ, നീ ഞങ്ങൾക്ക് എത്ര നല്ലവനായ ദൈവമാണ്. ഞങ്ങളോട് ഒരുമിച്ച് കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കാൻ ധീരനായി നിന്ന ദാസനെ ജീവിതത്തിൽ അല്പം കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നെങ്കിലും നിന്റെ സമയത്ത് നിന്റെ സന്നിധിയിലേക്ക് അവിടുന്ന് വിളിച്ചു ചേർത്തതിനായി സ്തോത്രം. ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു. നീ ഞങ്ങളെ നിന്റെ സാക്ഷികളായി വിളിച്ചു കർത്താവേ. ഞങ്ങൾ ഒരു ദിവസം അവിടുന്ന് വരുവാൻ താമസിച്ചാൽ തിരുസന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കപ്പെടും. അന്ന് ദാസനെ തിരിൽ ഞങ്ങൾ കാണുവാൻ കഴിയുമെന്നുള്ളതായിരിക്കുന്ന ഉറപ്പേറിയ പ്രത്യാശ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകിയിരിക്കാൻ തിരുനാമത്തിന് കർത്താവേ, നിന്റെ വരവേറ്റു അടുത്തിരിക്കുന്നത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ അത് നിസ്സംഗരായി ക്ഷീണിതരായിരിക്കുവാനല്ല, നിന്റെ വരറിയിപ്പാൻ തക്കവണ്ണം നിന്റെ ശക്തിയുള്ള വചനത്തിന്റെ സാക്ഷികളായി നിൽക്കുവാൻ, നിന്റെ ദാസൻ പിന്തുടരുന്നതായിരിക്കുന്ന പാത പിന്തുടരുവാൻ ഞങ്ങളെയും സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ. നിന്റെ നാമം എല്ലാ ശുശ്രൂഷകളെയും മഹത്വം എടുക്കണമേ. യേശു കർത്താവിന്റെ വിളിയേറിയ നാമത്തിൽ ഞങ്ങൾ താഴ്മയോടെ തിരുസന്നിധിയിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. என்னுடைய பெயர் செல்வராஜ். கள்ளக்குறிச்சியில் அங்கிள் உண்டாக்கின ஒரு சபையில் நான் ஒரு ஊழியக்காரராக இருக்கிறேன். அங்கிளை பற்றி நான் பேசும்போது ஒரு 20 முறையாவது எங்கள் வீட்டில் வந்து தங்கியிருக்கிறாரு. கொடை வள்ளல் அப்படின்னு சொல்லுவாங்க. கொடை வள்ளல் அதாவது சகல விதத்திலையும் அப்படியே அள்ளி கொடுக்கக்கூடிய ஒரு தேவ மனுஷன். ஒரு காரியம் நான் இங்கே சொல்லும்போது இன்னும் கொஞ்ச நாள் அவர் உயிரோடு இருந்து நல்லா நடக்கக்கூடிய அந்த திறமையை கர்த்தருடைய கிருபையினால கிடைக்கப்பட்டனா தமிழ்நாட்டில் தமிழ்நாடு முழுசும் ஒரு கிராமம் விடாம எல்லா கிராமத்திலையும் சதன் காஸ்பல் டீம் மூலமா சபை உண்டாயிருக்கு.
ஆண்டவர் அப்படிப்பட்ட அற்புதங்களை அதிகமாக செய்திருப்பார். ஆனா அங்கிள் விழுப்புரம் மாவட்டத்தில் நுழையாத கிராமம் கிடையாது. தமிழ்நாட்டில் அத்தனை கிராமத்திலையும் ஒவ்வொரு கிராமம் அவர் காலடி படாத ஒரு கிராமம் கூட கிடையாது. அங்கிள் நினைக்கும் போது நான் ரொம்ப பெருமைப்படுறேன். எனக்கு அம்மா கிடையாது. ஆனா அம்மா செய்ய வேண்டிய அந்த அன்பு செயல் அதை இந்த அங்கிள் செய்தார்னா அதை நான் இன்னைக்கு நன்றியோட நான் நினைவு கூறுறேன். எனக்கு மாத்திரமல்ல, எத்தனையோ பேருக்கு அவர் அப்பாவா அம்மாவா இருக்க அந்த அன்புல செய்யக்கூடிய காரியங்கள் எல்லாத்தையும் இந்த அங்கிள் செய்தார். என்னுடைய புஸ்தகத்துக்கு நான் அவர்கிட்ட அங்கிள்கிட்ட கொடுக்கும்போது, அங்கிள் என்னுடைய புஸ்தகம் உலக தோற்றம் முதல் உலக அடிவரை நீங்க படிச்சு பாருங்க. அவர் தமிழ் நல்லா தெரியும், மலையாளம் நல்லா தெரியும், இங்கிலீஷ் நல்லா வாசிக்க அர்த்தம் புரிஞ்சுக்க தெரியும். அப்ப என்னுடைய புத்தகத்தை படிச்சு பார்த்துட்டு என்னை வாழ்த்தி என்னை ஆசீர்வாதம் பண்ணி ஜெபம் பண்ணி அவர் கைப்பட அணிந்துரை எழுதி என்னை பாராட்டி அந்த புத்தகத்தை கொடுத்தார். அதையெல்லாம் இன்னைக்கு நன்றியோடு நான் நினைவோடு நன்றி கூர்ந்து அவருடைய கடைசியா நான் இங்கே ஒரு 4 முறை வந்திருக்கிற உடல்நிலை சரியில்லாதப்ப இப்ப கடைசியா தலையில கை வச்சு ஆசீர்வாதம் பண்ணி ஜெபம் பண்ணாங்க. அதாவது என்னுடைய உலக வாழ்க்கையை பொறுத்த வரைக்கும் இந்த அங்கிளை ஒரு நாளும் மறக்க மாட்டேன். அதிகமாக இந்த குடும்பத்திற்காக நாங்க சபையாக ஜெபம் பண்ணி இருக்கிறோம். தனிப்பட்ட முறையில் நானும் ஜெபம் பண்ணியிருக்கிறேன். என்னுடைய துக்கத்தையும் என்னுடைய துயரத்தையும் ஆண்டியோட பிள்ளையோட பேரனோட சகலரோடையும் பகிர்ந்து கொண்டு கர்த்தருடைய நாமத்துக்கு மகிமையா அவர் செய்த அந்த காரியங்கள் இன்னும் வளர்ச்சி அடையும்படியாக கர்த்தருக்காக நான் ஸ்தோத்திரம் பண்றேன். கர்த்தருடைய நாம் மகிமைப்படுவதாக ஒரு சின்ன ஜெபம் பண்ணிடுறோம். மகா பரிசுத்தம் உள்ள நல்ல பிதாவே, இந்த வேலைக்காக நாங்கள் உம்மை துதிக்கிறோம், ஸ்தோத்திரிக்கிறோம் ஆண்டவரே. ஒரு யுத்தத்திலே ஒரு ராணுவ வீரன் யுத்தத்தினுடைய உக்கிரமான போக்கிலே நெஞ்சை நிமிர்த்தி ஆண்டவரே எதிரினுடைய குண்டு காயம் பட்டாலும் வெற்றியோடு திரும்புகிறது போல அருமையான அங்கிள் ஆண்டவரே கர்த்தாவே, தமிழகம் மாத்திரமல்ல, கேரளா மாத்திரமல்ல, அமெரிக்க ஐக்கிய நாடுகளிலும் வளைகுடா நாடுகளிலும் எங்கும் சென்று வல்லமையாக உம்முடைய பிரசங்கத்தை செய்தார். எதிர்த்து நிற்க முடியாத அளவிற்கு, எதிராளிகள் எதிர்த்து நிற்க முடியாத அளவுக்கு பிரசங்கத்திலே வீரனாக இருந்தார். எழுத்திலே திறமையுள்ளவராக இருந்தார். ஆண்டவரே, பேச்சிலே திறமை, எழுத்திலே திறமை, அன்பு செய்வதிலே ஆழமான ஒரு அன்பு, கொடுக்கிறதிலே ஒரு கொடை வள்ளல். ஆண்டவரை பேர்பட்ட மகத்துவம் உள்ள மகாத்மா என்று சொல்வார்கள். மனித பிறப்பிலே இவர் ஒரு மகாத்மா என்று சொல்லி நாங்கள் இப்படிப்பட்ட ஒரு தேவ மனுஷனை இந்த உலகத்தில் வைத்த கிருபைக்காக பரிசுத்தமுள்ள பரலோக நல்ல பிதாவே உமக்கு நன்றி சொல்கிறோம். உம்முடைய நாம் மாத்திரமே மையப்படுவதாக இந்த நேரத்திலும் அருமையான கர்த்தாவே ஆட்டிக்காகவும் ஆண்டியுடைய மகள், மருமகன், பிள்ளைகள், மகன் எல்லா பிள்ளைகளுக்காக நாங்கள் ஜெபிக்கிறோம். இனஜன பந்துக்களுக்காக ஜெபிக்கிறோம். அவர்களை ஆறுதல் படுத்தும், தைரியப்படுத்தும், நன்மை உண்டாக நினைத்திரளி செய்யும். இந்த சரீரம் நல்ல முறையில் அடக்கம் செய்யப்படவும், தேவ சமூகம் காணப்படவும் பெரிய கிருபை கர்த்தர் செய்யும்படியாக உம்மை நோக்கி நாங்கள் ஸ்தோத்திரிக்கிறோம். கர்த்தராகிய இரட்சகராகிய கர்த்தர் இயேசு கிறிஸ்துவின் நாமத்தில் மிகுந்த தாழ்மையோடு மன்றாடுகிறோம் எங்கள் பரலோக நல்ல பிதாவே, ஆமென். ஆண்டவராகிய இயேசு கிறிஸ்துவின் நாமம் மகிமைப்படுவதாக. 2000ஆவது ஆண்டில் நிலக்கோட்டைக்கு அருகாமையில் அணைப்பட்டி என்ற கிராமத்தில் அருமையான பால் தையல் ஐயா அவர்களும் அருமையான கிருஷ்ணன்பட்டி ஐயா அவர்களும் சதன் காஸ்பல் டீம் என்று சொல்லி முதலாவது அங்கே சபை ஆரம்பிக்கப்பட்டு கர்த்தருடைய ஊழியத்தை நிறைவேற்றும்படியாக அவர் அந்த இடத்தில் என்னை ஊழியனாக அமர்த்தினார். அப்பொழுது அங்கே கால் கட்டப்பட்டது. இன்றைக்கு 65 ஆத்துமாக்கள் அந்த இடத்தில் கூடி கர்த்தரை ஆராதித்து வருகிறோம். அதன் பிற்பாடு அந்த காலுக்கு பக்கத்திலேயே ஒரு 4 சென்ட் இடம் எனக்காக கொடுத்து அங்கே வீடும் கட்டி கொடுத்தார். இன்றைக்கு அந்த வீட்டை 2013ஆவது ஆண்டு ஆகஸ்ட் மாதம் 15ஆம் நாள் அருமையான ஐயா அவர்கள் அந்த வீட்டை திறந்து வைத்தார்கள். எனக்கு 3 பிள்ளைகள் இருக்கிறார்கள். என்னுடைய மனைவி, நாங்கள் 5 பேருமாக அந்த வீடு திறப்பு விழா அன்றைக்கு இருக்கும் பொழுது எங்களை ஆசீர்வதித்து
ஆண்டவருடைய நாமத்தில் கர்த்தர் உங்களை ஆசீர்வதிப்பாராக என்று சொல்லி அந்த வீட்டை திறந்து வைத்தார்கள். அதன் பிற்பாடு அவர் சொல்லி போனார், நான் தமிழகத்திற்கு வருவது இதுதான் கடைசி முறை. இனி நான் தமிழகத்திற்கு வருவது என்னால் முடியாது என்று சொல்லி அங்கே கூறினார். அதிக பலவீனத்தோடு மத்தியிலும் அடிக்கடி நான் வந்து இங்கே சந்திக்கும் பொழுதெல்லாம் ஆண்டி அவர்களுடைய மகன் எல்லாரையும் சந்தித்து போவேன். அடிக்கடி என்னை அன்போடு நேசிக்கிறவர் என்னுடைய பெயர் ஞான பிரகாசம், என்னுடைய மனைவி குளோரி பியூலா. 3 பிள்ளைகளையும் அவர் அதிகமாக நேசித்தவர். முதல் மகள் ஜூலியட் பியூலா, 2வது மகள் ஜெசிமா ஸ்வீட்டி, 3வது மகன் ஸ்வீடன் மோசஸ். இப்படியாக பிள்ளைகளை அதிகமாக நேசித்தவர். அருமையான பால் தையல் ஐயா இந்திய தேசத்திற்கு வரும் பொழுதெல்லாம் எங்களை அன்போடு அழைப்பார். அருமையான ஐயா அவர்கள் அழைத்து அருமையான பால் தையல் ஐயா அவர்களிடத்தில் எங்களை அதிகமாக அறிமுகப்படுத்தி கர்த்தருடைய ஊழியத்தை செய்கிற தேவதாசர்கள் தமிழகத்திலிருந்து வந்திருக்கிறார்கள் என்று அவரிடத்தில் அதிகமாக எங்களை குறித்து அன்போடு பேசுவார். இந்த வீட்டிற்கு நான் வரும் பொழுதெல்லாம் அதிகமாக என்னை நேசிப்பார். அவரே காலையில் இருந்து டீ வைத்து என்னை நேசித்து அன்பு செலுத்துவார். அப்படியாக அருமையான ஐயாவுடைய மரணத்தை நினைவு கூர்ந்த பொழுது அதிகமாக வருத்தத்தோடு பாரத்தோடு நாங்கள் காணப்பட்டோம். இந்த நாளில் அவரை முகமுகமாக காண ஆண்டவர் கிருபை செய்திருக்கிறார். தேவன் தாமே இந்த സാക്ഷിயை ആശീർവദിപ്പാറാക. എനിക്ക് 8:45 ഇവിടുന്ന് നമുക്ക് പോകേണ്ട ആവശ്യമുണ്ട്. 1-2 പേർ കൂടെ അത്യാവശ്യം പറയണം. അതുകൊണ്ട് വളരെ ചുരുക്കിയ സമയം സുവിശേഷ രണാങ്കണത്തിലെ അധികായനായിരിക്കുന്ന വ്യക്തിയായിരുന്നു. ഞാൻ കുന്നാക്കിനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കും. പൊൻകുന്നം പ്രഥമൻ കൺവെൻഷൻ നടക്കുമ്പോൾ ആൾ ഇരാജ്പേട്ടയിലും കാന്തരസൈഡിലുള്ള മുസ്ലിംസോട് സുവിശേഷം പ്രസംഗിക്കുവാൻ എനിക്കൊരു വേദി ഒരുക്കി തരണം എന്ന് പറഞ്ഞു. ഞാനതിന് വേണ്ട എല്ലാ ക്രമീകരണവും അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തു. കാഞ്ഞിരപ്പള്ളി മുതൽ കുഞ്ഞാറിൻ്റെ എല്ലാ ഇടങ്ങളിലും അദ്ദേഹത്തിൻ്റെ സുവിശേഷ ശബ്ദം കേട്ടവരാണ് മിക്കവരും. വാർത്ത അറിഞ്ഞപ്പോൾ എനിക്ക് വളരെ ദുഃഖം തോന്നി. സുവിശേഷത്തിൽ ആവശ്യമായിരിക്കുന്ന എല്ലാവിധമായിരിക്കുന്ന സഹായങ്ങളും നൽകി തന്നു. ഇനിയിപ്പോൾ തൻ്റെ കണ്ണുകളും ഇനി പൊട്ടുന്ന സങ്കടങ്ങൾ നിറയപ്പെടുന്ന ഒരു മനസ്സോടുകൂടിയാണ് നമ്മൾ യാത്ര ചെയ്ത് അയക്കുന്നത്. എന്നാൽ സ്വീകരണം അങ്ങനെയല്ലല്ലോ. അവൻ്റെ വലിയ കൃപയ്ക്കായിട്ട് കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ ചെമ്പഴന്തി നിന്നാണ്, തിരുവനന്തപുരം ചെമ്പഴന്തി നിന്നാണ് പറയാൻ വരുന്നത്. ചെമ്പഴന്തി ദേശത്ത് ആദ്യം അവിടെ തിരുവട്ടാര കൃഷ്ണൻകുട്ടിയെ പ്രസംഗത്തിന് ഞാനാണ് വിളിച്ചപ്പോൾ ആ ദേശം മുഴുവൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നടത്തും. ചെമ്പഴന്തി, കഴക്കൂട്ടം, അടിപ്പുറമുള്ള എല്ലാ ശ്രീകാര്യം ജംഗ്ഷൻ, ജംഗ്ഷൻ പോലീസുകാരുടെ പൊസിഷൻ എല്ലാം നമ്മുടെ സജിഹാദിൽ അവിടെ യോഗം നടന്നപ്പോൾ പോലീസുകാരാണ് കൂടുതൽ ഓഡിയൻസ് ആയിട്ട് എല്ലാ സ്ഥലത്തും യേശു ആരാണെന്ന് ഉയർത്തി കാണുന്നത്. ഇതുപോലൊരു ആളിനെ തിരുവട്ടാറിനെ പോലെ തിരുവട്ടാറല്ലാതെ നടക്കും. യേശു ആരാണ് എല്ലാ മതങ്ങളെയും ജാതികളെയും എല്ലാം പറയും. പക്ഷേ അതിലുള്ള യേശു ഉയർത്തി കാണിക്കാൻ എല്ലാവർക്കും പറ്റില്ല. അത് തിരുവട്ടാറ് മാത്രമേ. എൻ്റെ എല്ലാ ദുഃഖ ആശംസകളിലെല്ലാം ഈ കുടുംബത്തോട് പങ്കുവെച്ചുകൊണ്ട് ഞാൻ അർജുൻ 1998 வருடம் முதல் ஐயா அவர்களை கடந்த 20 வருடமாக நாங்கள் நன்றாக அறிந்திருக்கிறோம். ஆத்தூர் முதல் அவர் இந்த மெட்ராஸ் ரூட்டில் 12 திருச்சபையில் அந்த தமிழ்நாட்டில் நிறுவுவதற்கு அயராது உழைத்தவர். தாழ்மை, மிகவும் எளிமை, எந்த இடத்திலும் எந்த நேரத்திலும் எங்கும் படுத்துக் கொள்ளுவார். எதையும் எதிர்பார்க்க மாட்டார். அவரை பற்றி சொல்வதற்கு வார்த்தைகள் இல்லை. அந்த அளவிற்கு ஊழியத்திலும் என்னுடைய தனிப்பட்ட வாழ்க்கையிலும் ஒரு தகப்பன் தாயை கூட எங்களை நேசித்து சுவிசேஷ ஊழியத்தை மகிமைப்படுத்த வேண்டும், சுவிசேஷத்தை மாத்திரமே அறிவிக்க வேண்டும். எத்தனை எதிர்ப்புகள் வந்தாலும்
தம்பி நீங்களாம் கலங்கக்கூடாது, சுவிசேஷத்திற்காக தான் நாம் வாழ வேண்டும் என்று சொல்லி ஒவ்வொரு நேரங்களிலும் அவர் பலப்படுத்துவார். கடைசியாக அவர் ஒன்றை சொல்ல விரும்புகிறேன். கோலஞ்சேரி ஹாஸ்பிட்டலில் இருக்கும் பொழுது வந்தேன். அவர் அங்கே ட்ரீட்மெண்ட்ல இருக்கும் பொழுது அநேக காரியங்களை பகிர்ந்து கொண்டார். தம்பி, நான் என்னை நீங்கள் தமிழ்நாட்டுக்கு கொண்டு சென்றீர்கள் என்றால் நான் சுவிசேஷத்தை பிரசங்கித்துக் கொண்டே தமிழ்நாட்டில் நான் அமர்ந்து கொண்டே கூட நான் தமிழ்நாட்டில் என்னுடைய ஜீவனை விடுவதை நான் மிகவும் விரும்புகிறேன் என்று சொன்னார். முடியாத சூழ்நிலையும் அது மாத்திரமல்ல, இந்த ஆத்தூர் பகுதியில் கடம்பூர் என்று ஒன்று இருக்கிறது, சின்ன சேலம் பக்கத்துல, முடிந்தால் நீங்கள் என்னை அந்த இடத்துக்கு கொண்டு போவீங்களான்னு. ஐயா, முடியாதுங்க ஐயா, இருந்தாலும் பரவாயில்லை, நீங்கள் போங்கள், என்னுடைய ஆசை அந்த தமிழகத்தை சுற்றி தான் இருக்கிறது, தமிழகத்தை சுற்றியே என்னுடைய ஆசை, இன்னும் நீங்கள் பல திருச்சபைகளை உருவாக்குங்கள் என்று சொல்லி அவரை தைரியப்படுத்தினார். 12 திருச்சபைகள் அவர் மூலமாக ஸ்தாபிக்கப்பட்டு தேவநாமம் அங்கே மகிமைப்பட்டுக் கொண்டிருக்கிறது. அவர் மரிக்கவில்லை. இன்றைக்கு பரலோகத்திலே ஆண்டவரோடு, சர்வ வல்லமையில் தெய்வத்தோடு, ஆண்டவராகிய இயேசு கிறிஸ்துவோடு அவருடைய முகத்திலே அங்கே தரிசித்துக் கொண்டு அவரோடு அவர் வாழ்ந்து கொண்டிருக்கிறார். நாமும் சந்தோஷப்படக்கூடிய நேரம். ஒரு விதத்திலே துக்கம் இருக்கிறது, ஆனால் எனக்கு மிகுந்த சந்தோஷம் அவரை நினைக்கும் பொழுது. ஒரு நாள் உண்டு, அவரை முகமுகமாய் அங்கு காண்பேன், அவரோடு நாம வாழ்வோம், அவரை பார்ப்போம் என்ற அந்த சந்தோஷத்தினால துக்கத்தையும் அவர் என்ன செய்திருக்க, நமக்கு சந்தோஷத்தையும் கொடுத்து சென்றிருக்கிறார். அவருடைய குடும்பத்தாருக்கு நாங்கள் மிகுந்த நன்றியுள்ளவர்களாக இருக்கிறோம். எங்களுடைய அனைத்து தமிழ்நாட்டில் இருக்கக்கூடிய எல்லா சகோதர சபையுடைய சார்பிலும் கூட நாங்கள் அவருக்கு மிகுந்த குடும்பத்திற்கு நாங்கள் நல்ல ஆறுதலை அறிவிக்கிறோம். தொடர்ந்து நாங்கள் ஜெபிக்கிறோம். ஒரு சிறு ஜெபம். அன்புள்ள ஆண்டவரே, இந்த ஆசீர்வதிக்கப்பட்ட நாளுக்காக நன்றி. பரிசுத்தவான்களின் மரணம் அவருடைய பார்வைக்கு அருமையானது என்று நாங்கள் வேதத்தை வாசிக்கிறோம். ஆண்டவரே, வாழ்ந்தால் கிறிஸ்துவுக்காய், நான் மரித்தால் கிறிஸ்துவுக்காய் என்று சொல்லி ஐயா அவர்கள் இந்த உலகத்திலே மார்தட்டி வீரமுழக்கம் விட்டார். ஆண்டவரே, யுத்தத்திற்கு எப்படி ஒரு யுத்த வீரன் செயல்படுகிறாரோ அதுபோல இவர் சுவிசேஷத்திற்கு யுத்த வீரனாய் செயல்பட்டதற்காக நாங்கள் நன்றி சொல்கிறோம். அவருக்கு நல்ல கர்த்தாவை எல்லா விதமான கிருபைகளையும் கொடுத்து தமிழ்நாட்டிலும் கேரளாவிலும் அநேக இடங்களிலே கர்த்தர் அவரை யுத்த வீரனாக, சுவிசேஷத்திற்கான யுத்த வீரனாய் நீர் பயன்படுத்தினீர். நாங்கள் உங்களுக்கு நன்றி. ஆத்தூர், கள்ளக்குறிச்சி, கர்த்தாவை உளுந்தூர்பேட்டை, அதுபோல வளையமாதேவி, கொடைக்கானல் பகுதிகள், காப்பிக்கடை, இதுபோல அநேக இடங்களிலே 12 திருச்சபைகளிலும் இந்த பக்கம் நாடுகாணி அதுபோல இடங்கள்ல அவரை கொண்டு நீர் திருச்சபைகளை உருவாக்க அவரை எடுத்து நீர் பயன்படுத்தினதற்காக நாங்கள் நன்றி சொல்கிறோம். ஆண்டவரே, கர்த்தாவை சுவிசேஷத்திற்காகவே வாழ்ந்து அவர் சுவிசேஷத்திற்காகவே இன்றைக்கு அவர் தன்னுடைய ஜீவனை உம்முடைய கரத்தில் ஒப்படைத்து அவர் உம்மிடத்தில் இருப்பதற்காக நாங்கள் நன்றி சொல்கிறோம். ஒரு நாள் உண்டு, நாங்கள் அங்கே அவரை முகமுகமாய் காண்போம். அப்படிப்பட்ட நல்ல எங்களுக்கு ஆசையை நீர் கொடுத்ததற்காக நாங்கள் நன்றி சொல்கிறோம். கர்த்தாவே, உம்முடைய நாமம் மகிமைப்பட வேண்டும், இயேசு கிறிஸ்துவை உயர்த்த வேண்டும். அவர் எப்பொழுதும் சொல்லுவார், இயேசுவை உயர்த்துங்கள், இயேசு கிறிஸ்துவை, கர்த்தராகிய இயேசு கிறிஸ்துவை நீங்கள் மகிமைப்படுத்திக் கொண்டே இருங்கள் என்று சொல்லி. ஆமா ஆண்டவரே, அவர் சொன்ன வாக்கை அவரை நாங்கள் எங்களுக்கு மாதிரியாக எடுத்துக்கொண்டு தொடர்ந்து கர்த்தாவே அவர் செய்த கர்த்தாவ ஊழியங்களை, ஒரு ஊழியன் மரிக்கலாம், அவர் செய்த ஊழியம் மரிப்பதில்லை என்ற கர்த்தாவே அந்த வார்த்தையின்படி அவருடைய ஊழியம் தொடர்ந்து கொண்டிருப்பதற்காக நன்றி. உம்முடைய நாமத்திற்கு மகிமை உண்டாகட்டும். ஆண்டவர் இயேசு கிறிஸ்து மூலம் துதி ஸ்தோத்திரங்களை ஏறெடுக்கிறோம் பிதாவே. ஆமென். கண்ணுநீரில் கைவிடாத கர்த்தாவுண்டு, உள்ளுருகி கரையும்போது தான் கூடேயுண்டு. கண்ணுநீரில் கைவிடாத கர்த்தாவுண்டு, உள்ளுருகி கரையும்போது தான் கூடேயுண்டு. അമ്മതന്റെ കുഞ്ഞിനെ മറന്നിടിലും ഞാൻ മറക്കായെന്നുറച്ച കർത്താവുണ്ട്. അമ്മതന്റെ കുഞ്ഞിനെ മറന്നിടിലും ഞാൻ മറക്കായെന്നുറച്ച കർത്താവുണ്ട്. പി.ടി. ജോൺ സാർ പ്രാർത്ഥിച്ച് പകർത്തുള്ളതായ ശുശ്രൂഷ ഇവിടെ അവസാനിക്കും. ഞങ്ങളുടെ മഹത്വമുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.
ഞങ്ങൾക്ക് ഈ നിലയിൽ അവിടുത്തെ സന്നദ്ധിയിൽ ഞങ്ങളുടെ തലകളെ വണക്കുവാനും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നൽകിയ ആശ്വാസവും അനുഗ്രഹങ്ങളും ഓർത്ത് അങ്ങയെ മഹത്വപ്പെടുത്തുവാനും എങ്ങനെയും ഒരവസരം നൽകി ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ ദാസനെ ഓർക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അവിടുത്തെ ദാസിനോട് നിവർത്തിച്ച അവിടുത്തെ വേലയ്ക്കായി സ്തോത്രം. യോഹന്നാസ്നാപകനെ കുറിച്ച് ഞങ്ങൾ വായിക്കുന്നത് പോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്ക് അവിടുത്തെ ദാസനെ ഒരു ഗർജിക്കുന്ന സിംഹമായി ദേശത്തിന്റെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അവിടെ നിർത്തി ഉപയോഗിക്കുവാൻ അങ്ങേക്ക് പ്രസാദമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ കർത്താവെ ചില നാളുകളായി ആ ശബ്ദം നിലയ്ക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു ആ ശബ്ദം ഇന്നും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കർത്താവെ മാറ്റലിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ എപ്പോഴും നന്ദിയോടുകൂടി ഓർക്കുന്നു. ആ നിലയിൽ അത്ഭുതകരമായ നിലയിൽ കർത്താവ് അവിടുത്തെ ദാസനെ അവിടെ എടുത്ത് ഉപയോഗിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം. കർത്താവെ ശാരീരികമായ ക്ഷീണവും രോഗത്തിന്റെ പ്രയാസങ്ങളുമായി കഴിഞ്ഞ ദീർഘനാളുകൾ കർത്താവെ ഇവിടെ കഴിയുവാനിടയായി. ആ നിലയിൽ അവിടുത്തെ ദാസന് വിശ്രമം നൽകി, അല്ലാതെ തന്റെ ജീവിതയാത്രയിൽ തനിക്ക് വിശ്രമം ഉണ്ടായിട്ടില്ല. വളരെയധികം ഓടി, വളരെയധികം അധ്വാനിച്ചു, അനേക ഫലങ്ങളെ കണ്ട് സംതൃപ്തിയോടുകൂടെ കർത്താവെ ഈ ശരീരം വിടുവാൻ അങ്ങേക്ക് പ്രസാദമായതുകൊണ്ട് സ്തോത്രം. കർത്താവെ കഴിഞ്ഞ ദിവസം അങ്ങനെ സന്നിധിയിലേക്ക് അവിടുത്തെ ദാസനെ ചേർത്തു. ആ സമയം മുതൽ ഇതുവരെയും കർത്താവെ ഇവിടെയും കർത്താവെ നടന്നായിരിക്കുന്ന ശുശ്രൂഷകളൊക്കെ അവിടെ അനുഗ്രഹിച്ചു. കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന സ്വർഗീയമായ സമാധാനം ഇതുവരെയും നൽകി. സഭയെ ഓർത്തും ഞങ്ങൾ പ്രത്യേക സ്തോത്രം ചെയ്യുന്നു. സഭയ്ക്കൊരു നഷ്ടമാണെങ്കിലും കർത്താവെ അവരെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും പ്രിയപ്പെട്ടവന്റെ മാതൃക പിന്തുടർന്ന് മുന്നോട്ട് പോകുവാൻ തുടർന്നും സഹായിക്കുകയും ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിലെ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിച്ച് കർത്താവെ ഇപ്പോൾ ഈ മൃതശരീരവുമായി വാളകം ഹോളിലേക്ക് കടന്നു പോകുവാനായിട്ട് പോകുന്നു. ആവശ്യമായ ദൈവകൃപ ഇതുവരെയും നൽകി ഇനിയും ധാരാളമായി നൽകണം എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അവിടെ നടക്കുന്ന ശുശ്രൂഷകളെയും അവിടെ അനുഗ്രഹിക്കണം. താൻ ജീവിച്ചിരുന്നപ്പോൾ കർത്താവെ അനേകർക്ക് ആശ്വാസമായും അനേകർക്ക് കർത്താവെ രക്ഷാമാർഗം ഓതുന്നവരുമായിരുന്നു. ഇന്ന് അവിടെ നടക്കുന്ന ശുശ്രൂഷ മുഖാന്തരമായും ചിലർ അങ്ങയെ കണ്ടെത്തുവാൻ അവിടെ ഇടയാക്കി തീർക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ചിലരൊക്കെ കർത്താവെ പ്രിയപ്പെട്ടവന്റെ ആ നല്ല മാതൃക പിന്തുടരത്തക്കവണ്ണം ഇന്ന് ആവശ്യമായിരിക്കുന്ന സന്ദേശം അവിടെ നൽകുവാൻ അങ്ങേക്ക് പ്രസാദമാകണം എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. നടക്കുന്ന ശുശ്രൂഷകളെല്ലാം അനുഗ്രഹിക്കണം. അങ്ങയുടെ നാമം ഇതിലൂടെ എല്ലാം അങ്ങ് ഇനിയും മഹത്വപ്പെടുത്തണം എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങൾ തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. എന്റെ വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗധത്തിങ്കൽ നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എന്റെ സ്വന്ത ഭവനത്തിൽ വിശ്രമിപ്പാൻ എത്തി ഞാനും എന്റെ വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗധത്തിങ്കൽ നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എന്റെ സ്വന്ത ഭവനത്തിൽ വിശ്രമി